നമ്മുടെ SSCയുടെ ഭാഗത്ത് നിന്ന് 2 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് SSCൻ്റെ സൈറ്റ് കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം തന്നെ ടെൻറ്റീവ് വേക്കൻസി ഫോർ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&D നമ്മുടെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് മുമ്പ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 വിളിച്ചതായിരുന്നു. അന്ന് 700 ചില്ലാനം വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വേക്കൻസി മാറ്റിയിട്ടുള്ള റിവൈസ്ഡ് വേക്കൻസി ടെൻറ്റീവ് വേക്കൻസി ഫോർ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&Dൻ്റെ പുതിയൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ 4/6/2026 അടിസ്ഥാനപ്പെടുത്തി പുതിയൊരു വേക്കൻസി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സൈറ്റിൽ കയറിയിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എത്രയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. സോ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പലരും ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട് മെറ്റീരിയലിൻ്റെ, അതിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ടീം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ CRPFുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. മുൻപ് CRPFിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷനിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2025 വിളിച്ചൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പേപ്പർ 2ൻ്റെ ഷോർട്ട് ലിസ്റ്റ് റിസൾട്ട് ഓഫ് പേപ്പർ 2 ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ് ഫോർ സബ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റാണ്. ഇൻ സബ് ഇൻസ്പെക്ടർ ടു അപ്പിയർ PET PST ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത് പേപ്പർ 2ൻ്റെ റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. സോ CRPFിലേക്ക് മുൻപ് വിളിച്ച SSC വഴി വിളിച്ചിട്ടുള്ള കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ ആയിരുന്നു ഇത്. 2025 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഓരോ കാറ്റഗറിക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ മാർക്ക് 40 SC STക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടിയ മാർക്ക് ജനറൽ 60 മാർക്ക് ജനറലിന് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. OBCക്ക് 50ഉം EWSന് 50ഉം ആയിട്ടാണ് കട്ട് ഓഫ് വന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആകെ മൊത്തം അവൈലബിൾ കാൻഡിഡേറ്റ് 1722ഓളം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നതായിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് SSCൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇവിടെ വരിക. അതിനുശേഷം റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ CRPFിൻ്റെ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ലിസ്റ്റേ വന്നിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആദ്യം ഉദ്യോഗാർത്ഥിൻ്റെ റോൾ നമ്പർ, ഉദ്യോഗാർത്ഥിൻ്റെ പേര്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റോൾ നമ്പർ ചെക്ക് ചെയ്തുകൊണ്ട് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കി. റോൾ നമ്പർ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. 1722 ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെല്ലാം ഫിസിക്കൽ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫിസിക്കലൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി SSCൻ്റെ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് വളരെ കുറച്ച് പേരെ നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തവർക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നോക്കാവുന്നതുമാണ്.